വൈകിട്ട് ഞാനൊന്ന് പുറത്തിറങ്ങാൻ നിന്നപ്പോഴേ മിൽക്കി എന്നെ ഇങ്ങനെ ദയനീയമായി നോക്കുന്നു. ഞാനും കൂടി വരട്ടെ മുതലാളി, എന്നെ കൂടെ കൊണ്ടുപോകുമെന്ന് പറഞ്ഞിട്ടുള്ള നോട്ടം ഇത്. ഞാനെങ്കിൽ പറഞ്ഞു എങ്കിൽ നമുക്കൊന്ന് പോയാലോ പുറത്തെന്ന് പറഞ്ഞപ്പോഴാ ആ വാലാട്ടല്ലേ. പിന്നെ ഇനിയിപ്പോൾ കാണണം കേട്ടോ, ഞാനിപ്പോൾ വിളിച്ച ഓടി വരും ബെൽറ്റ് ഇടാൻ. കാരണം പുള്ളിക്കറിയാം പുറത്ത് പോകണമെങ്കിൽ ബെൽറ്റൊക്കെ ഇട്ടാലേ നമുക്ക് പുറത്ത് പോകാൻ പറ്റുള്ളൂ എന്ന്. കുട്ടിക്കാലം മുതലുള്ള ശീല പുറത്ത് പോകുമ്പോൾ ഇങ്ങനെ ബെൽറ്റൊക്കെ ഇട്ട് ലീശൊക്കെ ഇട്ടേ നമ്മൾ പുറത്ത് പോകത്തുള്ളൂ. ഇടയ്ക്കൊക്കെ ഞാനിങ്ങനെ നടത്താൻ കൊണ്ടുപോകുമായിരുന്നു. അതുകൊണ്ട് അവനറിയാം പുറത്ത് പോകണമെങ്കിൽ ബെൽറ്റ് ഇടണം. അതുകൊണ്ട് ഓടി വന്നോളും. വേറെ വല്ല കാര്യത്തിനുമാണ് അവനെ വിളിക്കുകയെന്നുണ്ടെങ്കിൽ അവൻ വരത്തില്ല. അവൻ മൈൻഡ് ചെയ്യാതെ പൊക്കളെ. ഇനി നോക്കണം കേട്ടോ, സൂക്ഷിച്ചു നോക്കണം. ഈ സ്വഭാവം ഒന്നും അല്ല, ഇപ്പോൾ പുറത്തിറങ്ങുമ്പോൾ ഇവൻ്റെ തനി സ്വഭാവം പുറത്തു വരും. ഇനിയിപ്പോൾ പുറത്തിറങ്ങാനുള്ള ബഹളമായി, ഓട്ടമായി, ചാട്ടമായി. നോക്കുക, ഇനിയിപ്പോൾ വേഗം ഗേറ്റ് തുറന്നാൽ മതി, ഞാനിപ്പോൾ പുറത്തിറങ്ങി ഓടിക്കളയാന്ന് പറഞ്ഞാൽ ഈ നിൽക്കുന്നേ. അപ്പം ഞാൻ പറഞ്ഞു നമുക്ക് എന്നാൽ ഇങ്ങോട്ട് പോകണ്ട, നമുക്ക് ഇങ്ങോട്ട് തിരിച്ചു പോകാൻ മേക്കിന്ന് പറഞ്ഞിട്ട് പതുക്കെ സോപ്പിട്ട് ഞാൻ ആളെ ഇങ്ങോട്ട് വഴി തിരിച്ചു വിടുക. കുറച്ച് ദൂരമൊക്കെ എൻ്റെ കൂടെ വന്നു. പക്ഷേ അവൻ്റെ ഉള്ളിലെ ബുദ്ധി വീണ്ടും ഉണർന്നു. ഇങ്ങോട്ടല്ല, നമുക്ക് പുറത്തല്ലേ പോകേണ്ടതെന്ന് പറഞ്ഞിട്ട് അവൻ വീണ്ടും തിരിച്ചു പോകാനുള്ള പിടിവലി അങ്ങോട്ട് നടക്കുന്നേ. ഞാൻ പറഞ്ഞു ബാ നമുക്ക് ഇങ്ങോട്ട് പോകാന്ന് പറഞ്ഞപ്പോൾ അവൻ ഇല്ലില്ല അങ്ങോട്ടാണെന്ന് പറഞ്ഞ് അവൻ വലിച്ചുകൊണ്ടിരിക്കുക. എപ്പോഴും നല്ല മിടുക്കനാണ് അവൻ. അവൻ്റെ ബുദ്ധിയൊക്കെ ഭയങ്കരമാണ് കേട്ടോ. എന്നിട്ട് വീണ്ടും ഓടുക ഗേറ്റിൻ്റെ അങ്ങോട്ട്. ഇങ്ങോട്ടാ പുറത്തേക്ക് പോകണ്ടേന്ന് പറഞ്ഞിട്ട്. ഇപ്പോഴത്തെ ഈ പാവമൊക്കെ കണ്ടാൽ തോന്നും അയ്യോ എന്താ ഒരു പാവമെന്ന്. പക്ഷേ ഇപ്പോൾ കണ്ടോണം, ഇവൻ ഈ ഗേറ്റ് ഒന്ന് തുറന്നാൽ മതി, അപ്പോൾ പുറത്ത് ചാടുമ്പോൾ സ്വഭാവം മാറും. അവൻ അങ്ങോട്ടോട്ടമായി ഇങ്ങോട്ടോട്ടമായി അവനാണ് എന്നെയും കൊണ്ട് പോകുന്നതെന്ന് തോന്നുന്നു. ആദ്യമൊക്കെ ഇങ്ങനെയൊക്കെ ആണെങ്കിലും കുറച്ച് ദൂരം നടന്നു കഴിയുമ്പോൾ പിന്നെ ഞാൻ തന്നെ ആവും മുതലാളി. ഇപ്പോൾ ചെറിയൊരു കറക്കമായതുകൊണ്ട് ഇപ്പോൾ അവൻ അതേ നോക്കി തെറുപ്പനെ പോലും ഓടുന്നത്. അങ്ങോട്ടോടുന്നു ഇങ്ങോട്ടോടുന്നു. അവന് തന്നെ സന്തോഷം കൊണ്ട് ഇരിക്കാൻ വയ്യ, എങ്ങോട്ടോടുമെന്ന് പറഞ്ഞ് കൺഫ്യൂഷനായിരിക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞു നമുക്ക് അങ്ങോട്ട് പോകണ്ട, ഇങ്ങോട്ട് താഴോട്ട് കുറച്ച് ദൂരം പോവാം, ഇങ്ങോട്ട് നടന്നിട്ട് നമുക്ക് തിരിച്ചു പോകാമെന്ന് പറയാം. അങ്ങനെ ഇത്തിരി ദൂരമൊക്കെ നടന്നു. എന്നിട്ട് ഞാൻ പറഞ്ഞു നമുക്ക് തിരിച്ചു പോകാമെന്ന്. അത് മിൽക്കിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. ഞാൻ ഈ ട്രിപ്പല്ല പ്ലാൻ ചെയ്തത്, വലിയ ട്രിപ്പാണെന്ന് പറഞ്ഞാൽ മിൽക്കി നിന്നത്. അങ്ങനെ പതുക്കിനെ അവന് വീട്ടിൻ്റെ അകത്ത് കയറ്റി പുറത്ത് നിർത്തി അവന് കുറച്ച് കാലൊക്കെ കഴുകി കൊടുക്കുന്നുണ്ട്. ഇത് കുട്ടിക്കാലം പോലെയുള്ള ശീലമാണ്. അവൻ പുറത്തിറങ്ങിയിട്ട് തിരിച്ചു വന്നാൽ ഞാനിങ്ങനെ കാലയിൽ വെള്ളമൊക്കെ ഒഴിച്ച് കഴുകി കൊടുക്കുക. ഇപ്പോൾ എൻ്റെ കയ്യിൽ ക്യാമറ ഇരിക്കുന്നതുകൊണ്ട് അവൻ്റെ കാലൊന്നും തേച്ച് കഴുകാൻ പറ്റില്ല. അല്ലെങ്കിൽ ഞാൻ കാലൊക്കെ ഇങ്ങനെ മകിനകത്തൊക്കെ ഇട്ട് നന്നായിട്ട് കഴുകി എടുക്കുകയുള്ളൂ. അങ്ങനെ അതൊക്കെ അവന് നല്ല ശീലമായിട്ട് നോക്കി ചിരിച്ചോണ്ട് നിൽക്കുക. ഇതൊക്കെ അവന് എന്നും പുത്തരിയല്ലാത്തൊരു കാര്യമാണ്. എന്നിട്ട് വീണ്ടും പോകുന്നുണ്ടോ, ഒന്നും കൂടി പുറത്ത് പോയാലോ എന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇന്നത്തെ കറക്കമൊക്കെ നമുക്ക് കഴിഞ്ഞ്, ഇന്നത്തെ കോട്ട തീർന്നാൽ ഇനി നാളെ പോകാമെന്ന് പറഞ്ഞ് നിർത്തിയേക്കുക.